പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാകുന്നു. അയ്യോ, നീ പൂമുഖവാതിക്ക് നിൽക്കുന്ന പൂന്തിങ്ങളല്ല, പൂതനയാ. എന്റെ പുറം പൊളിഞ്ഞു. ഇത് ചെരുപ്പ് ഇത് മുടിയല്ലേ? ഇങ്ങനെ പോയാ എന്റെ ജീവിതം മുടിയും. സത്യം പറഞ്ഞോ, ഇത് ആരുടെ മുടിയാ? ഇതെന്റെ മുടിയല്ലേ? പിന്നെ ഇത്രയും നീളമുണ്ടോ നിങ്ങളുടെ മുടിക്ക്? എന്റെ സുബ്ബു, അത് ഇപ്പോഴത്തെ സ്റ്റൈലല്ലേ? റെമോ. അപ്പൊ ഇത് രമയുടെ മുടിയല്ലേ? ഇതേതോ പെണ്ണിന്റെ മുടിയാടി. അതെനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ നിങ്ങളുടെ ഷർട്ടിന്റെ അകത്ത് വന്നെന്ന്? എടി, ഞാൻ വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു മാഷല്ലേ. അറിയാതെ ഏതെങ്കിലും പെമ്പിളേരുടെ മുടി എന്റെ ദേഹത്ത് വീണതായിരിക്കും. പെണ്ണുങ്ങളെ മടി കിടത്തിയാണ് പഠിപ്പിക്കുന്നത്. എന്റെ സുബ്ബു, ഞാൻ ബസ്സിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നത്. അപ്പൊ അറിയാതെ ദേഹത്ത് വീണതായിരിക്കും. അത് ശരി. അപ്പൊ നിങ്ങൾ ബസിന്റെ ഫ്രണ്ടിൽ നിന്ന് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിന്നല്ലേ യാത്ര ചെയ്യുന്നത്? വൃത്തികെട്ട മനുഷ്യൻ. അപ്പോഴേ എന്റെ അപ്പ പറഞ്ഞതാ, ഈ നസ്രാണി ചെറുക്കനെ കെട്ടണ്ടാന്ന്. എന്റെ കൃഷ്ണ കടവുളെ, ഇങ്ങേർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. ഞാൻ ഇറങ്ങ. ഒന്ന് നിന്നേ. അപ്പൊ നീ ഇന്നും മറന്നില്ലല്ലേ? ഇന്നും എനിക്ക് കണ്ണു കിട്ടണ്ട. ഉഴിഞ്ഞോളൂ. ഇത്ര ഉഴിച്ചിലൊക്കെ മതി. അയ്യടാ, ഒരു കമലാസം നടക്കുന്നു. അങ്ങോട്ട് പോയേ. ജിമ്മി. എന്താ ഏട്ടാ? എടോ, ഞാൻ എന്റെ പട്ടിയെ വിളിച്ചതാ. ജിമ്മി. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ സാർ. സോറി. ഇതോടെ ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇനി പ്രഭാഷണം. വിഷയം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അയ്യടാ, ഇങ്ങനെയുണ്ടോന്നോണം പറയുന്നു. ക്രിസ്തു ചിലപ്പോ ജീവിച്ചില്ലായിരുന്നിരിക്കും, പക്ഷേ കൃഷ്ണൻ എന്തായാലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ കൃഷ്ണ, ഈ റേഡിയോയിൽ എന്തൊക്കെയാ പറയുന്നത്? കൃഷ്ണ, എന്റെ ജിമ്മിച്ചായന് നല്ല ബുദ്ധി കൊടുക്കണേ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ 10,001 രൂപ ഞാൻ ഗുരുവായൂരപ്പന്റെ നടയില് വന്ന് കാണിക്കാനിട്ടോളാം. പ്ലീസ്. ജിമ്മിച്ചായനോട് ഒരു പെണ്ണ് പോലും മിണ്ടോ സംസാരിക്കോ ചെയ്യരുത്. കഷ്ടമുണ്ട്. ഹലോ, ജിമ്മി സാർ കോളേജിൽ പോയോ? പോയെങ്കിൽ? അതെ, എനിക്ക് കണക്കിന് ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞിരുന്നേ. വീട്ടിൽ വെച്ച് ട്യൂഷൻ എടുക്കാന്നാ പറഞ്ഞേ. ഞാൻ കണക്കിന് മോശമാ. ഈ കാണിക്കുന്നത് മോശ. അതെ, വീട്ടിൽ വെച്ചുള്ള ട്യൂഷൻ പരിപാടി ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരികയും വേണ്ട. അത് ഞാൻ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ, നീ എവിടെയാ? എന്താ വേഗം പറ. സോറി, എക്സ്ക്യൂസ് മീ. ഇല്ല, നോക്കുന്നില്ല. എന്നോട് പിണങ്ങല്ലേ? ഞാനെന്താ തന്നോട് പിണങ്ങുന്നത്? ചേട്ടനോടല്ല. ഇവരൊക്കെ വട്ടുണ്ടോ? അയ്യേ. முனியாண்டி, அந்த கோலேஜ் வாத்தியார் எங்க இருந்தாலும் இந்த തന്നെ പൊക്കണം. കാരണം 75,000 രൂപ പലിശ അടക്കം വരുമ്പോൾ 75,000 രൂപയാ? அந்த திருட்டு வாத்தியார் எங்க இருந்தாலும் നമ്മൾ ഇന്ന് തന്നെ പൊക്കിയിരിക്കും. കിട്ടിയാ മതി. അമ്മ അവനെ ശരിയാക്കി കൊടുക്കും. ഇല്ല, திருட்டு மூஞ்சி இல்ல போகிறது. ആ കോളേജ് വാദ്യാർ ഇല്ല പോகிறது. മുനിയാണ്ടി വാടാ. டேய் இல்லடாங்க. അയ്യോ, പഞ്ചപാണ്ടി. എന്നടാங்க? டேய் നില്ലടാ. ഞാൻ നിക്കില്ല. നിക്കടാ. தப்பிக்க முடியாது. டேய் போ, நில்லடா. பெரிய காமெடி வேப்பா. முனியாண்டி சொல்றேன். நம்ம பைக் லோரி ஏறி போயாச்சு. ஐயோ, பைக் எங்கதான் தன்னைத்தான் லோரியா கறி போகும்.
അതല്ല ഞാൻ சொன்னது ஆ. நம்ம பைக் மேல லோரி ஏறி ஒடிஞ்சு போயாச்சு. என்னடா முறியாண்டி சொல்றது? டேய் அந்த பைக்கும் போய் வாத்தியாரும் போய். டேய் வாங்க. டேய் வாத்தியாரா நில்லுங்க. டேய் ஓடி ஓடி நடு ஒடிஞ்சாச்சு. டேய் நில்லுங்க வாத்தியாரே ப்ளீஸ்டா. டேய் வாங்க. டேய் என்னடா நில்லுங்க ப்ளீஸ்டா ப்ளீஸ். നീ എങ്ക ഇരുന്നാലും ഞാൻ നിന്നെ പിടിക്കും. ആഹാ എല്ലാമേ പോയാச்சு. സോറി മന്നിച്ചിരിക്കോ. പിടിക്കടാ പിടിക്കടാ. ഓടി വാടാ. പിടിക്കടാ. അയ്യോ എന്തേലടാ ആ പോടെ കോളേജ് വാദ്യാരെ പിടിക്കടാ. എല്ലായിടവും നോക്കുന്നു. അവൻ ഇവിടെ എവിടെയും ഇല്ല ബോസ്. கடவுளே அந்த வாத்தியாரும் போயாச்சு அந்த பைக்கும் போயாச்சு. கடவுளே ബോസ് ഇപ്പൊ சொல்லி என்னன்னா നീ എങ്ക പോയാലും ഉന്നെ വിട മാറ്റടാന്ന് അല്ലേ ബോസ്? പലിശ പാണ്ടിയുടെ ഇത്തവണ രക്ഷപ്പെട്ടു. എന്താ സുബു? എന്റെ കൃഷ്ണ, എന്റെ ജീവിതം മുടിഞ്ഞു. അതിന് മുടിയൊന്നും കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ ഷർട്ട് നോക്കി. ഞാൻ ശരിക്കും നോക്കിയതാ. അതല്ല. പിന്നെ വേറെ ഷർട്ടിൽ നിന്ന് പെണ്ണുങ്ങളുടെ മുടി കിട്ടിയോ? കോളേജിൽ പോയ നിങ്ങളുടെ ഷർട്ട് എങ്ങനെ ഇങ്ങനെ മറിഞ്ഞു വരുന്നത്? അതെ, അത് ഞാൻ ഊരിയിട്ട് വീട്ടിട്ടപ്പോ മറിഞ്ഞു പോയതാ. അപ്പൊ നിങ്ങൾ ഷർട്ട് ഊരിയല്ലേ? എനിക്ക് എല്ലാം മനസ്സിലായി. എന്റെ കൃഷ്ണ, ഇങ്ങനെ ബുദ്ധി ശരിയായ 10,000 അല്ല, എന്റെ അപ്പ തന്ന 25,000 രൂപ ഞാൻ കൊടുത്തേക്കാം. എടി ദുഷ്ടേ, 25,000 രൂപ കൈ വെച്ചോണ്ടാണോ പലിശക്കാരെ കൊണ്ട് ഈ ടൗൺ മുഴുവൻ എന്നിട്ട് ഓടിച്ചത്? എടി ഹലോ ഹലോ ഡിവൈഎസ്പി സോമനാണ്. എന്താ സാർ? എന്റെ മോൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇപ്പൊ പറ്റില്ല എന്ന് പറയുന്നത്? ആര് പറഞ്ഞു പറ്റില്ലെന്ന്? നിങ്ങളുടെ ഭാര്യ പറഞ്ഞല്ലോ. അയ്യോ, അവൾ അങ്ങനെ പറയത്തില്ലല്ലോ സാർ. ആര് പറഞ്ഞു പറഞ്ഞില്ലെന്ന്? നിങ്ങളുടെ ഭാര്യയ്ക്കൊന്ന് കൊടുത്തേ. അയ്യോ, അത് പറ്റില്ല, അവള് തിരിച്ചു തല്ലു. ഛേ, അതല്ലടോ, ഫോണൊന്ന് കൊടുക്കടോ. ഓക്കെ, ഡിവൈഎസ്പി വിളിക്കുന്നു. ഹലോ ഹലോ ഹലോ, എന്റെ മകൾ നിങ്ങളുടെ വീട്ടിൽ വരും. അവൾക്ക് ട്യൂഷൻ എടുക്കും. എതിർക്കാനെങ്ങാനും ശ്രമിച്ചാൽ ഉരുട്ടി കൊന്നുകളയും ഞാൻ. എന്താ സുബു? വന്നോ? Come on. സുബു, ചായ പെട്ടെന്ന് എടുക്ക്. ചായ എടുക്കാൻ
ചായയിൽ ഉപ്പിട്ട് കൊടുത്താലോ? അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ഡിവൈഎസ്പിയുടെ മോളാ, എന്നെ ഉരുട്ടി കൊല്ലും കടവുളേ. പിന്നെ അച്ഛന് പ്രതികളെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. കിട്ടാറുണ്ടല്ലേ? ആ പൊട്ട് കറക്റ്റ് ആക്കി വെക്കൂ. ശ്രദ്ധിക്കണ്ടേ കുട്ടി അതൊക്കെ? ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. പിന്നെ ഓ, ഒന്നും പറയണ്ട. a plus b whole square is equal to a square plus 2ab. ഇതില് പഞ്ചസാര കുറവാണല്ലോ. അത്രയൊക്കെ മതി. ഈടായിട്ട് പഞ്ചാരത്തിന് കൂടുന്നുണ്ട്. മോള് കുടിക്ക്. മധുരം ഉണ്ടോ? എനിക്ക് എല്ലാത്തിലും മധുരം വേണം. നമുക്ക് തുടങ്ങാം. a plus ഇനി ഇങ്ങനെ പഠിപ്പിച്ചാ മതി. a plus b whole square is equal to a square plus 2ab plus b square. സുബ്ബു, ഇതിന്റെ പേര് ട്യൂഷൻ എന്നല്ല, പിന്നെ കുമ്പസാരം എന്നാ. സുബ്ബുവിന്റെ കയ്യിലുള്ള 25,000 രൂപ എങ്ങനെയെങ്കിലും എടുക്കണം. ഇനി അതേ ഒരു മാർഗമുള്ളൂ. ഇല്ല ഇല്ല ഇല്ല, എടുക്കുന്നില്ല. വഴിയുണ്ട്. സുബ്ബുവിന്റെ കൃഷ്ണൻ. ഭഗവാനെ, കൃഷ്ണ എന്നോട് ക്ഷമിക്കണേ, ഈ പാപിയോട് പൊറുക്കണേ. ഭഗവാനെ അങ്ങ് പോവല്ലേ? വരുവോ? എപ്പോ? വെള്ളിയാഴ്ച വരുവോ? ഞാൻ കാത്തിരിക്കും. ഭഗവാനെ. സുബ്ബു, ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സ്വപ്നം കണ്ടു. അതിന് നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ കൃഷ്ണനെ സ്വപ്നം കാണുന്നത്? ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും എന്റെ ഭാര്യയായ സുബ്ബു ഹിന്ദു അല്ലേ? അയ്യോ, സത്യമാണോ നിങ്ങൾ ഈ പറയുന്നേ? എന്നിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? എന്താ എന്നെ കാണാതെ പോയത്? ഭഗവാൻ ഭയങ്കര ബിസി ആയിരുന്നു, അതാ കാണാതെ പോയത്. ഇനി അടുത്ത വെള്ളിയാഴ്ച ഭഗവാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വെള്ളിയാഴ്ചയോ? അതെ, നീ ഭഗവാൻ ഒരു നേർച്ച നേർന്നില്ലേ, 25,000 രൂപ. അത് നേരിട്ട് വാങ്ങാനാണ് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത്. എന്റെ സുബുവിന്റെ ഭാഗ്യം. എന്നാലേ ഇക്കാര്യം ഞാൻ വേഗം അപ്പയെ വിളിച്ച് പറയാം. അപ്പൊ അപ്പായിക്ക് കൃഷ്ണനെ അയ്യോ, കാണാം. വേണ്ട. വെള്ളിയാഴ്ച വരുന്നതേ നിന്നെ കാണാൻ വേണ്ടി മാത്രാ. എനിക്ക് പോലും കാണാൻ പറ്റില്ല നിന്റെ കൃഷ്ണനെ. പിന്നെ നിന്റെ അപ്പ. ഭഗവാനെ കൃഷ്ണ കാത്തോളേ, എന്നെ വിശ്വരൂപം കാണിക്കണേ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ ആണ്ടവാ. എനിക്കൊരു കൃഷ്ണനെ കാണിച്ചു തരണേ. എന്താ പറഞ്ഞേ? അല്ല, എനിക്കും കൂടെ ഒന്ന് കാണണമെന്ന് പറയായിരുന്നു. എന്റെ കൃഷ്ണ. ഹലോ ഹലോ, ഹായ്. വൺ മിസ്റ്റർ സേതുരാമയ്യ. സേതുരാമയ്യ. ഓ, CBI ആണ്. CBI അല്ല, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ, എനിക്കുണ്ട് CBI അക്കൗണ്ട് ഉണ്ട്. CBI-ലോ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. മുകളിൽ FP, NRI, കറണ്ട്, പിന്നെ DSP. ടോട്ടൽ 25 lakhs വരും. പിന്നെ വൈഫിന്റെ മകനൊക്കെ വേറെ. ഇതൊക്കെ ആരെണ്ണി നോക്കാനത് കുറെ കിടപ്പുണ്ട്. സാർ, നമ്മുടെ ബാങ്കിൽ ഒരു FD അക്കൗണ്ട് തുടങ്ങിയാൽ വളരെ നന്നായിരുന്നു സാർ. പിന്നെ സാറിനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഭാഗ്യമാണ് സാർ. ഓക്കെ, നിങ്ങളുടെ ബാങ്കിലേക്ക് ഞാൻ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ. ആയിക്കോട്ടെ. വളരെയധികം സന്തോഷം സാർ, വളരെ സന്തോഷം. ഇതാ എന്റെ ലിസ്റ്റ്, എന്റെ ഫോട്ടോ. അപ്പോ 3 ഫോൺ നമ്പർ ഉണ്ട്. 1, 2, 3. ഏത് ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാലും ആ ഫോൺ നമ്പർ ഒക്കെ ചാലുമായി. വിളിച്ചാൽ മതി, ബാങ്കിലാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എടുത്തോളാം. ഓക്കെ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ കോടീശ്വരനായ ഞാൻ എന്താ ബസ് സ്റ്റോപ്പിൽ ഒന്ന് വയ്ക്കുന്നത്. എന്റെ ലാൻസർ വണ്ടി ഉണ്ടായിരുന്നു, അത് വൈഫ് കൊണ്ടുപോയി. പിന്നെ സാൻഡ്രോ മൂത്ത മോൻ കൊണ്ടുപോയി. പിന്നെ ഇൻഡിക്ക ഉണ്ടായിരുന്നു, അത് എന്റെ ഇക്ക കൊണ്ടുപോയി.
ഞാൻ പിന്നെ മോർണിംഗ് വാക്ക് എന്ന നിലയ്ക്ക് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ തരും. ബസ്സിൽ മോർണിംഗ് വാക്കോ? അറിയാൻ പാടില്ല. ബസ്സിലും മോർണിംഗ് വാക്ക് നടത്താം. എങ്ങനെ? ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നിട്ട് നടന്ന് വന്നിട്ട് ഫ്രണ്ടിലെ ഡ്രൈവറോട് എന്നിട്ട് എന്നോട് വിശേഷം എന്ന് വെച്ചിട്ട് തിരിച്ച് പിന്നെ നടക്കാം. ട്രെയിൻ ആണെങ്കിൽ ബെസ്റ്റ്. കൊല്ലത്ത് കയറിയാൽ പോലോ, കാസർഗോഡ് നിന്ന് ഇറങ്ങിയാൽ മതി. അത്ര നീളമുള്ളൂ. എന്താ വിസിറ്റിംഗ് കടക്ക്? പോക്കറ്റ് കിട്ടല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബസ് ടിക്കറ്റ് കാണും. അതിന്റെ കൂടെ ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, അർപ്പിച്ചു കഴിഞ്ഞാൽ അത് പോയി. അതുകൊണ്ട് പേഴ്സിൽ വെക്കും. പേഴ്സിൽ പേഴ്സിലേക്ക് വേണ്ട, ഡയറിയിൽ വെക്കാം. അല്ലേ വേണ്ട, പേഴ്സിൽ അവിടെ അല്ല. പൈസ പൊങ്ങിയിരിപ്പുണ്ട്. 100 രൂപയല്ലേ? 100 സാർ, 500 ആണ്. 500 6 നോട്ടുണ്ട് സാർ. 500 6 നോട്ടുണ്ട്. ശമ്പളം മേടിച്ചോളുന്നേ. ആയിക്കോട്ടെ, 500 6 നോട്ടൊക്കെ എന്നാ ഉണ്ടായത്? ആ പൈസയുടെ ഇടയ്ക്ക് വെക്കുക. പൈസയുടെ ഇടയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പൈസയുടെ ഇടയ്ക്ക് വെക്കുക. അപ്പൊ നിങ്ങൾ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ പല വിസിറ്റിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കാണും. അപ്പൊ അത് മറിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കാണൂല. പക്ഷെ പൈസ എടുത്ത് കഴിയുമ്പോഴത്തേ എന്റെ മുഖം കാണും, ആ നമ്പർ കാണും. അപ്പൊ നിങ്ങൾ ഹലോ സാർ എന്നാക്കൊണ്ട് വിശേഷം, അത്രയൊക്കെ ഉള്ള കാര്യം. സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആയിക്കോട്ടെ. എന്റെ പേഴ്സും അല്ല, സാറിന്റെ പേഴ്സ്. എന്റെ പേഴ്സ് കൊണ്ടാണെന്നല്ല. എന്റെ പേഴ്സ് എന്ത് കാട്ടിൽ പോയാ? എന്റെ പേഴ്സ് പോയി. കള്ളൻ കള്ളൻ. അയ്യോ നാട്ടുകാരെ, കള്ളൻ കള്ളൻ കള്ളൻ. നീയാണ് കള്ളൻ. പോക്കറ്റിൽ എന്റെ പേഴ്സ്, അതിനകത്ത് എന്റെ 600 നോട്ടുണ്ട്. എന്റെ ഫോട്ടോ ഉള്ള എന്റെ വിസിറ്റിംഗ് കാർഡും ഉണ്ട്. മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണം. മാന്യന്മാരുടെ പേഴ്സ് വെക്കാൻ നടക്കുന്നുണ്ടാ. പേഴ്സ് കള്ള. 2 3 4 5 6 7 ഇതുപോലുള്ള പണ്ടന്മാരുള്ള സ്ഥലത്ത് ജീവിക്കാൻ. ജാഫറേ, എല്ലാം ഞാൻ കണ്ടടാ. എന്റെ പൊന്നി ക്ഷമിക്കണം, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. ഒരു കാര്യം, ഒരു 500 രൂപ പിടിച്ചു. അല്ലെ ഒരു 500 രൂപ. എടോ, എനിക്ക് വേണ്ട. 1000 വേണ്ടെന്ന് പറഞ്ഞില്ലേ? താൻ ഇതുപോലൊരു ചെറ്റപ്പണി എനിക്ക് വേണ്ടി ചെയ്യണം. ചെറ്റപ്പണിയോ? എന്നാ പണിയാ? ജാഫർ ഒന്ന് കൃഷ്ണനാവണം. എന്നാന്ന്? അത് ശരി, നീ എന്നെ പൈസ ഒന്നും മതം മാറ്റാനുള്ള പരിപാടിയല്ലേ? ഞാൻ വെറുതെ കൃഷ്ണനാവണം. ഇതാണോടാ ചെറ്റപ്പരിപാടി? ചെറ്റ പോടാ അവിടെ നിന്ന്. എന്റെ പൊന്നു ചേട്ടാ കേട്ടോ, ഞാൻ കൃഷ്ണനാണ് പോലും. ചേട്ടാ, ഭഗവാൻ കൃഷ്ണൻ. എന്ത് ഭഗവാൻ കൃഷ്ണൻ? നീ ഒന്ന് പോടാ. ചേട്ടാ, പണിയൊന്നുമില്ല. ചേട്ടാ, ഭഗവാൻ കൃഷ്ണന്റെ രൂപം എടുത്താ മതി. ഒരു കാര്യം ചെയ്യും, എനിക്ക് എളുപ്പമുള്ള ഒരാളുടെ എടുത്താൽ മതി. ആരാ? ഹനുമാന്റെ അടുത്ത. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. എന്റെ ചേട്ടാ, കൃഷ്ണന്റെ രൂപം കിട്ടിയൊന്ന് വന്നാ മതി. ഭഗവാൻ കൃഷ്ണൻ. ആയിക്കോട്ടെ, ഭഗവാൻ കൃഷ്ണനാവാ. എനിക്കെന്നായാലും ചേട്ടൻ ഞാനൊരു 500 രൂപ അങ്ങോട്ട് തരും. നീ ഒന്ന് പോയി തരാമോ? നിനക്കൊരു 3000 രൂപ. ഒന്ന് ചേട്ടാ, പോലെ മനുഷ്യന് ചുമ്മാ. ഇന്നത്തെ കാലത്ത് 500 ചേട്ടൻ എത്ര രൂപ വേണം? ഒരു 1000 രൂപ തരാൻ പറ്റും. 1000 25,000 1000 പോയാ കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ 1000 രൂപ തരാം. 1000 രൂപ തരാം. ശരിയല്ലേ? ആ, ശരിയാ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെ കൃഷ്ണനായിട്ട് എന്റെ വീട്ടിൽ വന്ന് ആ പൈസ ഇങ്ങ് വാങ്ങിച്ചു തന്നാ മതി. ആയിക്കോട്ടെ. ഓക്കെ? ഇതെന്താ എല്ലാം ഊരിക്കളയുന്നേ? ഇതെന്റെ അല്ലല്ലോ, ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്താ. ഓർഡർ അലക്കി ഉണങ്ങാനിട്ടിരുന്നായിരുന്നു. അയാളിപ്പോ കോട്ട് കിട്ടാതെ തുണി കൊടുക്കാൻ നടക്കുമായിരിക്കും. സംഭവമാണ്. ഒരു കാര്യം ചെയ്യ്, അപ്പൊ പറഞ്ഞതുപോലെ അന്ന് കാണാം. ഓക്കെ? ഓക്കെ. ഇവനിതെവിടെ പോയി കിടക്കുക? ജിമ്മിച്ച, ആരോ വന്നിരിക്കുന്നു. പോയി കഥവ് തുറക്ക്. നീ തുറക്ക്, ഞാൻ ഉറങ്ങ. പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? ഓരോ ബെല്ലടിച്ച്
വത്സേ. അയ്യോ വത്സയല്ല, പിന്നെ? സുബ്ബു, സുബ്ബലക്ഷ്മി അമ്മാൾ. ഓ, അപ്പൊ വത്സയുടെ ഹസ്ബൻഡ് പറഞ്ഞില്ലേ ഞാൻ വരുമെന്ന്? ഇംഗ്ലീഷ് പറഞ്ഞ് നശിപ്പിക്കല്ലേ. അപ്പൊ എന്റെ ജിമ്മിച്ചായം കണ്ട സ്വപ്നം പാലിച്ചു. ഭഗവാനെ ഞാൻ ധന്യായി. ഇത് എന്നാക്കെ പറയണത്? ആദ്യം പറഞ്ഞു സുബലക്ഷ്മി, അത് ഇപ്പൊ പറയുന്നത് ധന്യാണ്. ഇത് എന്നാക്കെ പറയണത്? എന്നെ വിശ്വസിക്കേണ്ടി ഇപ്പൊ ഞാൻ. അയ്യോ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങൾ. ഭഗവാൻ എന്താ ഇവിടെ തന്നെ നിന്നേ? വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാലോ. അയ്യോ ഭഗവാൻ ഇപ്പൊ എന്താ ഞാൻ തരിക? എന്നാ ഉള്ള ഇപ്പൊ? ഒരു കാര്യം ചെയ്യ, കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ എടുത്തു. കാപ്പിയോ? സാധാരണ ഭഗവാന്മാര് വെണ്ണയല്ലേ കഴിക്കാറ്? അത്രയ്ക്ക് എളുപ്പമാണെങ്കിൽ ഒരു കാര്യം, കട്ടൻ കാപ്പിയിൽ ശാലം വെണ്ണ എടുത്ത് ഒഴിച്ചോ. അയ്യോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആയിക്കോട്ടെ. തന്റെ ഒരു ഇംഗ്ലീഷും കട്ടൻ കാപ്പിയും. എടോ ഭഗവാൻ കട്ടൻ കാപ്പി കുടിക്കോ? കട്ടൻ കാപ്പി കുടിക്കുമെന്നോ? 2 മണിക്കൂറാ വാഴത്തോട്ട് പട്ടി കിടക്കുവായിരുന്നു ഇവിടെ. എനിക്ക് വെച്ചിട്ട് പാടേ ഇവിടെ. നീ കൊല്ലു പിടിച്ചാ ഞാൻ എന്റെ അയ്യോ, പോലെ 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 പോലെ. എടോ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ ഒന്ന് അടിച്ചു മാറ്റി എടുക്ക്. അങ്ങോട്ട് പോ. ഈ പൈസ ഒക്കെ അടിച്ചു മാറ്റി കുറെ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. എന്നാലും കാര്യം നടക്കുള്ളൂ. അങ്ങോട്ട് നടക്ക്. ആൾക്കാരെന്നാ തെറ്റിദ്ധരിക്കും ഇവിടെ. അയ്യോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാർക്കാ സുബു കട്ടൻ കാപ്പി? ദേ നിങ്ങൾ പറഞ്ഞ സത്യമാ. ഭഗവാൻ കൃഷ്ണൻ എന്നെ കാണാൻ വന്നു. ആണോ? ഭഗവാൻ കൃഷ്ണനെ രാവിലെ കട്ടൻ കാപ്പി വേണോ അത്രേ. ഭഗവാന് കട്ടൻ കാപ്പിയോ? എന്നിട്ട് എവിടെ നിന്റെ ഭഗവാൻ? ദേ അവിടെ ഇരിക്കുന്നു. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? വാ ഞാൻ കാണിച്ചു തരാം. വത്സേ, ഓ നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ കാണാൻ കഴിയുകയില്ല. അയ്യോ നിന്റെ ഭർത്താവ് ചില സമയങ്ങളിൽ നീചനും പിശാശും ക്രൂരനും വൃത്തികെട്ടവനുമാണ്. അതുകൊണ്ട് അവൻ എന്നെ കാണാൻ പറ്റിയ. അയ്യോ ദേ ഭഗവാൻ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാപ്പി കുടിക്കൂ. കാപ്പിക്കാം. ഇത് വെണ്ണ ഇല്ലല്ലോ ഉണ്ണി. അയ്യോ ഞാൻ മറന്നുപോയി കൃഷ്ണ. ആയിക്കോട്ടെ ഭക്തേ, ഞാൻ നിന്നെ സംപ്രീതനായിരിക്കും. നമുക്ക് പോകാൻ സമയമായി. ഇനി നമുക്ക് തരാമെന്ന് പറഞ്ഞ് 25,000 രൂപ തരികയാണെങ്കിൽ എന്റെ അനുഗ്രഹം. അയ്യോ ഭഗവാനെ, ഭഗവാന്മാര് നേരിട്ട് കാശൊക്കെ മേടിക്കോ? പണ്ടത്തെ ദൈവം പിന്നെ ഇപ്പോഴത്തെ ദൈവം ഇപ്പഴെന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ ഈ ചൊല്ലു വെച്ചിട്ട് ഇപ്പോഴത്തെ പൈസ ഇപ്പൊ കിട്ടുവാണെങ്കിൽ കൊള്ളാം. ഭഗവാൻ ഇവിടെ നിൽക്കാൻ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. കലക്കി. ഓക്കേ അല്ലേ? ഭഗവാനെ ഇതാ ഞാൻ വഴിപാട് നേർന്ന് 25,000 രൂപയുണ്ട്. വത്സല്ലേ, കണ്ണടച്ചു നിന്നു. നാം അത്തപ്രത്യക്ഷനാകും പോവുകയാണ്. എല്ലാ ഐശ്വര്യവും വർക്കത്തും ഈ വീടിനുണ്ടാവും. അയ്യോ അടച്ചോനാണ് സത്യം. ഈശ്വരാ. അയ്യോ ഭഗവാൻ പോയോ? ജിമ്മിച്ചായ ഞാൻ ഇപ്പൊ തന്നെ അപ്പായെ വിളിച്ച് പറയട്ടെ ഞാൻ കൃഷ്ണനെ കണ്ടു. അയ്യോ എന്റെ കൃഷ്ണ. അവൻ ശരിക്കും അപ്രത്യക്ഷനാവോ? ഒറ്റയടിക്ക് 25,000 രൂപ കിട്ടി. നിനക്ക് ഞാൻ തരാവടാ. ഏതോടെ പോവും ഇപ്പം? ഇതെന്നെ കണ്ടവാണോ ഇത്? ഇതിലൂടെ വഴിയില്ലേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു വഴിയുണ്ടല്ലോ. നല്ല അവിടെ നിക്കടാ കള്ള കൃഷ്ണ. എടാ കള്ള ജാഫറേ, നീ എന്നെ പറ്റിച്ച് ഈ പൈസ കൊണ്ട് മുഴുവനും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? ചേട്ടാ ഞാൻ പറ്റിച്ചല്ലേ. ഞാൻ അപ്പുറത്തൂടെ കൊണ്ടേ തരുവാണെങ്കിൽ ചേച്ചി അറിയൂല. അങ്ങനെ വേണ്ട 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 പറയണ്ട പറയണ്ട. ആ കാശ് ഇങ്ങനെ കീറിക്കോട്ടെ, എന്റെ കാശല്ലേ. ഇങ്ങിതാ ഇങ്ങിതാ. നിനക്ക് ഞാനേ 1000 രൂപ തരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്നെ പറ്റിച്ച് ഇതുകൊണ്ട് പോവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് 500 രൂപ ഫൈൻ. ബാക്കി 500 പിടിച്ചാ മതി. ഇത് പിടിക്കടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത്? ഈ തുണിയുടെ ഈ മാലയുടെ ഒക്കെ വാടക എന്നാന്നറിയോ? ആ മേക്കമ്മൻ രാജീവ് ഈ ചെമ്പിന് മേടിക്കും 500 രൂപ. എന്ത്? അതൊക്കെ കൊടുത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ പൊന്നു കേട്ടാ കുറച്ചുകൂടി എന്ത് പറഞ്ഞാലും ഇതിൽ കൂടുതലിടില്ല. മര്യാദക്ക് പോക്കോ, പോലീസിനെ വിളിക്കുക, ആൾമാരുടെ കേസ് കൊടുക്കും. പോടാ. ഒരു 100 രൂപ കൂടെ. പോടാ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, കണക്കായിട്ട് ഒരു ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട. ഒരു 100 രൂപ കൂടെ ഇറങ്ങി പോടാ. എടാ ജിമ്മി, നിന്നെ എടുത്തോളാടാ പന്നി. നിന്റെ ജിമ്മിച്ചായനൊരു കാര്യം അറിഞ്ഞോ? എന്റെ കൃഷ്ണൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ അപ്രത്യക്ഷനായതേ ഉള്ളൂ. എന്തിനാ അവൻ ഇന്ന് വന്നത്? അവനോ? കൃഷ്ണനെ ആരെങ്കിലും അവനൊന്ന്
വിളിക്കൂ എന്റെ കൃഷ്ണ, പൊറുക്കണേ. ഭഗവാനെ എന്ന് വിളിക്കൂ. അതെ, എന്തിനാ ഭഗവാൻ ഇന്ന് വന്നത്? ഭഗവാൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് എന്നോട് ഒരു വള ചോദിച്ചു. ഈശോ, എന്നിട്ട് അയ്യോ, ഭഗവാൻ ചോദിച്ചതല്ലേ, ഞാൻ ഈ 2 പവന്റെ 2 വള കൊടുത്തു. എടാ ജാഫറേ, എന്താ കൃഷ്ണ? ശ്ശോ. വ്യാജ ദൈവങ്ങൾ പെരുകുന്നു. ഹനുമാന്റെയും കൃഷ്ണന്റെയും വേഷം കെട്ടി നാട്ടിൽ തട്ടിപ്പിനിറങ്ങിയവർ പോലീസ് പിടിയിലായി. സുബു, എനിക്കൊരു സംശയം. നിന്നെ കാണാൻ വന്ന കൃഷ്ണനും വ്യാജനാണോന്ന്? വ്യാജനായിരുന്നെങ്കിലേ നിങ്ങൾ കൂടെ കാണാൻ പറ്റണ്ടേ? നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? ഇല്ല. ആ, അതാ പറഞ്ഞത്. ദൈവദോഷം പറഞ്ഞ് വല്ലതും വരുത്തി വെക്കണ്ട. അതെ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? കൃഷ്ണൻ വീണ്ടും വരുന്നു എന്നെ കാണാൻ. അടുത്ത തിങ്കളാഴ്ച എന്നോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വരുമല്ലേ? ആ, വരട്ടെ, കാണാം. അല്ല, കാണാൻ കൊതിയാവൂന്ന് പറയായിരുന്നു. ശ്ശോ, എന്റെ കൃഷ്ണ. എടാ കൃഷ്ണ, എന്റെ കൃഷ്ണ. അയ്യോ. അയ്യോ. ആഹാ, അല്ല, ഇതെന്താ ജിമ്മിച്ചായൻ കോളേജിൽ പോകുന്നില്ലേ? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അതെ. ഇന്നല്ലേ നിന്റെ കൃഷ്ണ ഭഗവാൻ വീണ്ടും വരാന്ന് പറഞ്ഞിരിക്കുന്നത്? വരട്ടെ, കണ്ടിട്ട് പോകാം. അയ്യോ, അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്കും കാണാൻ പറ്റും. ഞാൻ കാണും. അയ്യോ, അതെങ്ങനെയാ? ഞാൻ സുബുവിന്റെ ഹസ്ബൻഡ് അല്ലേ? ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഞാൻ കണ്ടോളാം. എനിക്കും ആഗ്രഹമില്ലേ സുബുവിനെ കാണാൻ? വന്നു. ഭഗവാനൊന്ന് നിന്നേ. അയ്യോ, നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ കൃഷ്ണനെ ഞാൻ ശരിക്കൊന്ന് കാണിച്ചേടി. സ്പെഷ്യൽ പെർമിഷൻ അല്ലേ? ഭഗവാൻ ഇന്നെന്താ വേണ്ടത്? മാലയോ വളയോ മോതിരോ? എനിക്കൊന്നും വേണ്ട. കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തരാൻ പറ്റും? മനസ്സിലേ? ഇപ്പൊ കൊണ്ടുവരാം. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. വെള്ളം കുടിപ്പിക്കാട്ടാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് പൈസ വേണ്ട, പണ്ടോ വേണ്ട. എനിക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല. ഭഗവാന് വെള്ളം കൊച്ച ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു. പൈസ 2 ഗ്ലാസ് വെള്ളം കൂടെ എടുക്കും. അയ്യോ, ഭഗവാനെ കേട്ടോ? എന്റെ ഭർത്താവ് പറയാ ഭഗവാൻ വ്യാജനാണെന്ന്. ഞാൻ വ്യാജനല്ല, ഞാൻ പൊക്കോട്ടെ മക്കളെ. കേട്ടില്ലേ, ഭഗവാൻ വ്യാജനൊന്നല്ലാണോ? ഭഗവാൻ വ്യാജനാണോന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. അയ്യോ, ഭഗവാന്മാരെ പരീക്ഷിക്കാൻ പാടില്ല. ഭഗവാന്മാരെ നമ്മളെ പരീക്ഷിക്കുന്നതാണോ? ഈ ഭഗവാന്മാർക്ക് വേദന ഉണ്ടാവോ? ഭഗവാന്മാർക്ക് എങ്ങനെയാ വേദന? ഇല്ല അല്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ വേദന എടുക്കില്ല. ഭഗവാന്മാർക്ക് വേദന ഉണ്ടാവോ? കാണിക്കുന്നേ ഇല്ലേ? ഒരു പരീക്ഷ ബാക്കിയുണ്ടേ. ഭഗവാനെ ഒന്നും തോന്നരുത് കേട്ടോ. തിരിഞ്ഞു നിന്നേ. മനസ്സിലേ?